ശാന്തി. പലപ്പോഴും പലരും ഫോൺ ചെയ്തായിട്ടും കമൻസിലൂടെ ആയിട്ടും നിങ്ങളും വായിച്ചിട്ടുണ്ടായിരിക്കും, എന്നെ എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ അലട്ടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ എന്നെ പരവശാക്കിക്കൊണ്ടിരിക്കും, അതൊന്ന് മാറാൻ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന പലരുടെയും ചോദ്യം. ഇന്ന് നെഗറ്റിവിറ്റി കൊണ്ട് പരവശരായിരിക്കുന്ന അഥവാ പാരവശ്യം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, തീർച്ചയായിട്ടും അവർ പറയുന്ന അവസ്ഥ വളരെ സത്യമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരാൻ തുടങ്ങുകയും അതിൽ നിന്ന് എനിക്ക് മാറണം എന്ന് ആഗ്രഹിച്ചിട്ട് പറ്റാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, ആ തോട്ട്സ് നമ്മളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മാറാനാവുന്നില്ലല്ലോ, ശരിയായ വഴിക്ക് എനിക്ക് പോകാനാകുന്നില്ലല്ലോ എന്ന ചിന്ത കുറേയും കൂടി അവരുടെ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഊർജ്ജം പതുക്കെ 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 നമ്മളെ തിന്ന് നമ്മുടെ സ്റ്റേജ് താഴേക്ക് പോവുള്ളൂ. എനിക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് മാറാനാവുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കുന്ന വിഷമം കുറേയും കൂടി അവരുടെ ഊർജ്ജത്തെ നഷ്ടമാക്കുകയും അവരുടെ നെഗറ്റീവ് തോട്ട്സിൻ്റെ എണ്ണം കൂടുകയും അതവരുടെ കർമ്മത്തിലെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രഭാവം ഉണ്ടാക്കുകയും ജീവിതത്തിൽ സന്തോഷത്തിന് പകരം സങ്കടവും ദുഃഖവും നിരാശയും അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥകളും സംജാതാവും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം അത് തന്നെയാണ്. എനിക്ക് മാറണം എന്ന് ആഗ്രഹിച്ചിട്ട് മാറാൻ പറ്റാത്ത ഒരുപാട് ആളുകളെ ഞാൻ കേൾക്കുന്നു, അറിയുന്നു. ഇന്ന് അവർക്കെല്ലാം വേണ്ടിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് ദുഃഖം തരും എന്നുള്ള കാര്യം. പക്ഷേ ഒരു തോട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷനാണ്. ആ ഇൻഫോർമേഷൻ നിങ്ങളെ എഫക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ആ ഒരു സങ്കല്പത്തിന് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കുന്ന ഊർജ്ജമെന്ത്, അതിൻ്റെ ആധാരത്തിലാണ് അത് നമുക്ക് വിഷമമുണ്ടാക്കുന്നതും അത് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നതും. അഥവാ നെഗറ്റീവായിരിക്കുന്ന കാര്യം കേൾക്കുന്നവർ മുഴുവൻ അത് സ്വീകരിക്കാത്ത പക്ഷം അതിൽ നിന്ന് രക്ഷപ്പെടില്ലായിരുന്നുവെങ്കിൽ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ മുതൽ രാത്രി വരെ പലരുടെയും ദുഃഖവും സങ്കടവും മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓരോ സങ്കല്പം അവർ കേൾക്കുമ്പോൾ അത് എഫക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ അധികം വൈകാതെ അഡ്മിറ്റഡ് പേഷ്യൻ്റ് ആവും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് നെഗറ്റീവായിരിക്കുന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുന്ന സമയത്ത് ആ ചിന്തയ്ക്ക് ഞാൻ എത്രമാത്രം ഊർജ്ജം കൊടുക്കുന്നു, ജീവൻ കൊടുക്കുന്നു എന്നതിൻ്റെ ആധാരത്തിലാണ് അത് നമ്മളിൽ ഉണ്ടാക്കുന്നതായിരിക്കുന്ന പ്രഭാവം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പേപ്പർ എടുക്കുന്നു, ന്യൂസ് നോക്കുന്നു, ഞാൻ ഫ്രണ്ട് പേജിൽ കാണുകയാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ആ ആക്സിഡൻറ്റിൽ ഇത്ര ആളുകൾ മരിച്ചിരിക്കുന്നു. ആ വാർത്ത ഞാൻ കാണുമ്പോൾ അയ്യോ നോക്കി, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞു ഞാൻ അതവിടെ വയ്ക്കുന്നു, പോകുന്നു, കുളിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഓഫീസിലേക്ക് ഓടുകയാണ്. ആസ് എ ഇൻഫർമേഷൻ അതവിടെ നിന്നിട്ടേ ഉള്ളൂ. അഥവാ ഞാൻ നോക്കുമ്പോൾ കാണുകയാണ് ആ വാർത്ത എൻ്റെ നാട്ടിലാണ് സംഭവിച്ചെന്ന് കാണുമ്പോൾ അയ്യോ ഈ കുട്ടിക്കൊക്കെ അത് സംഭവിച്ചല്ലോ എന്ന് വിഷമിക്കുന്നു. ഒന്ന് പോയി കാണണം, എന്താ വേണമെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. അന്നത്തെ ദിവസം ഓഫീസും കാര്യമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മരണത്തിലും ദുഃഖത്തിലും പങ്കെടുക്കുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാവുന്നത് ചെയ്യുന്നു. പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, റെഡിയാവുന്നു, വീണ്ടും നിങ്ങളുടെ റെഗുലർ ലൈഫിലേക്ക് മാറുന്നു. അതേസമയം ആ കാര്യം എൻ്റെ വീട്ടിലാണ് സംഭവിക്കുന്നതെങ്കിൽ അതോടുകൂടി ആ കാര്യത്തെ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ വേദനയിൽ ദുഃഖത്തിൽ ദിവസങ്ങളോളം മാസങ്ങളോളം നമ്മൾ ചെലവഴിക്കുന്നു. ആ കാര്യത്തിന് എനിക്കെത്ര പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ ആധാരത്തിലാണ് അതെൻ്റെ ജീവിതത്തിൽ പ്രഭാവം ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ചിന്തകളും ഇങ്ങനെ തന്നെയാണ്. ഏത് ചിന്തയാണോ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ അത് ആരെയോ കുറിച്ച് പറയുന്നു വിചാരിക്കുന്നു നമ്മൾ. രണ്ടാമത് അത് നിന്നെക്കുറിച്ചാണെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എന്നെക്കുറിച്ചായിരുന്നോ എന്ന് വിഷമിക്കുന്നു. അതോടെ നമുക്ക് ഷോക്കാവുന്നു, വിഷമാവുന്നു, പ്രശ്നമാവുന്നു. ആ വാർത്ത, ആ പറഞ്ഞ കാര്യമല്ല നിങ്ങൾക്ക് പ്രഭാവം ഉണ്ടാക്കിയത് അതിന് നിങ്ങൾ എത്ര മൂല്യം കൊടുത്തു, അതിനെത്ര വില കൊടുത്തു, അതിന് ഊർജ്ജം കൊടുത്തു, ജീവൻ കൊടുത്തു എന്നതിൻ്റെ ആധാരത്തിലാണ് നിങ്ങൾക്ക് ആ കാര്യം വിഷമാവാതിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് തോട്ട്സിനെ ഓടിപ്പിക്കാനും ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ മനസ്സിലേക്കൊരു നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് അതിന് ജീവൻ കൊടുക്കുകയും ഊർജ്ജം കൊടുക്കുകയും ചെയ്യാതെ അതിനെ തിരിച്ചയക്കാനുള്ളതായിരിക്കുന്ന പദ്ധതി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ആളുകൾ കയറി വന്നാൽ ആ ആളുകൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ അവർ ശരി വന്നല്ലേ ഇരിക്കൂ എന്ന് പറയുക. അത് കഴിഞ്ഞ ശേഷം ഒരു മിനിറ്റ് കേട്ടോ പറയുക, അപ്പുറത്ത് പോകുക, ഒരു കാര്യം ചെയ്യുക. അവരിരിക്കുന്ന ഹാളിൽ അല്ലെങ്കിൽ സിറ്റിംഗ് റൂമിലൂടെ ഇപ്പുറത്തേക്ക് പോകുന്നു, ഒരു മിനിറ്റ് കൂടി ഇട്ടോ ഇരിക്കുക പറഞ്ഞു, അവിടെ പോയി കാര്യം ചെയ്യുന്നു. ഒരു തിരക്കായിപ്പോയി, നേരാണേ ഒന്നുകൊണ്ട് അപ്പുറത്ത് പോയി കാര്യം ചെയ്യുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും, ആ സാരില്ലേ, നിങ്ങൾ ഭയങ്കര തിരക്കിലല്ലേ, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. സിമ്പിളായിട്ടുള്ള രീതി. ശരിയാണോ അല്ലേ?
അതുകൊണ്ട് നമുക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ, ഒരു നെഗറ്റീവ് തോട്ടാണ് വരുന്നത് ഇങ്ങനൊരു ചിന്തയാണ് ഞാൻ അവെയർ ആകുന്നത്. ഇരിക്കാൻ പറയുന്ന വന്ന ആളോട് ഇരിക്കാൻ പറഞ്ഞ പോലെ ഓക്കെ തിരിച്ചറിഞ്ഞു ഇത് വന്നിരിക്കുന്നു. നെക്സ്റ്റ് പോർഷൻ, വീണ്ടും ആ ചിന്ത വന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അവരെ സൽക്കരിക്കുകയായി, ചായയും കാപ്പിയൊക്കെ കൊടുത്ത് സൽക്കരിക്കുകയായി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വഴിയിൽ പുറത്ത് പോകുന്നു, പല ആളുകളെ കാണുന്നു, പലരുമായിട്ട് കൂട്ടുകൂടിയതിൽ കുറച്ച് ആളുകൾ മോശം ക്യാരക്ടറുള്ള ആളുകളായിരുന്നു. അവരുമായിട്ട് നല്ല സമ്പർക്കം, നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിപ്പോയി. അവർ നിങ്ങളുടെ വീട്ടിൽ വരാനും പോകാനും ഒക്കെ തുടങ്ങി. വീട്ടിൽ വന്ന ശേഷം അവർ നിങ്ങളുടെ വീട്ടിൽ അവരുടെ സ്വഭാവങ്ങൾ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ശരിയായിട്ടില്ല, ഇവരെ കൂട്ടുകെട്ട് മോശമാണ്, അവർ മോശമാണെന്ന് മനസ്സിലാക്കുമ്പോൾ പിറ്റേ ദിവസം അവർ വരുമ്പോൾ അവരെ ചായ കൊടുക്കുന്നതും സൽക്കരിക്കുന്നു ഇരിക്കുന്നു നമ്മൾ ഒഴിവാക്കുന്നു. പതുക്കെ അവർ നമ്മളായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ടെക്നിക്ക്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട് വരുന്നു എന്ന് കാണുമ്പോൾ ഉടനെ നമ്മൾ പറയുക ഓക്കെ നെഗറ്റീവ് തോട്ട് വന്നിട്ടുണ്ടല്ലേ, ശരി ആയിക്കോട്ടെ. ഉടനെ തന്നെ നമ്മൾ മറ്റൊരു പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു അവസരം വരുമ്പോൾ ഇങ്ങനൊരു കാര്യം ചിന്തിക്കാൻ, ഈവൻ പറയുക എന്നൊരാൾ കുറ്റം പറഞ്ഞത് ഓർമ്മിക്കാമെന്ന് വിചാരിക്കൂ, മറിച്ച് ചിന്തിച്ച് നോക്കുക, കുഴപ്പമൊന്നുമില്ല, അയാൾ ഇന്ന ആളെന്നെക്കുറിച്ച് നല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെയുണ്ടല്ലോ. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു പോസിറ്റീവ് തോട്ട്. ഒരാൾ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അയാൾ നമ്മളോട് നന്നായി പെരുമാറിയതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ ഓർമ്മിച്ച് നോക്കുക. അവർ അന്നിനോട് എത്ര സ്നേഹത്തിൽ പെരുമാറിയിട്ടുണ്ട്, എത്ര നന്നായിട്ട് എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കുന്നതോടുകൂടി അവർ പറയുന്ന ആ വാക്കിൻ്റെ അഥവാ അവർ നമ്മളോട് പെരുമാറിയതായിട്ടുള്ള ആ പെരുമാറ്റത്തിൻ്റെ ഡെപ്ത് കുറയാൻ തുടങ്ങും. അഥവാ നമ്മുടെ സ്വന്തം വീക്ക്നെസ്സാണ് ഉണർന്നു വരുന്നതെങ്കിൽ നമുക്ക് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് തോട്ട്സ് അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. എന്നിട്ട് ആ നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സങ്കടമാണെങ്കിൽ നമുക്ക് എന്നെക്കൊണ്ടൊന്നും ആവുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എത്ര ശ്രമിച്ചു, ഞാൻ തോറ്റു പോകുന്നതാണ്, എല്ലാവരും മാനിഫെസ്റ്റേഷൻ ചെയ്തു, അത് നേടിയെന്നൊക്കെ പറയുന്നു, ഇന്നേ വരെ ഒരെണ്ണം പോലും എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നു, ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് വരുന്നെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ നെഗറ്റീവ് തോട്ട്സ് ഞാൻ ഇല്ലാതാക്കിയിരിക്കും, നെഗറ്റീവ് അക്കൗണ്ട് ഞാൻ ഇല്ലാതാക്കിയിരിക്കും, അത്രയും പവർഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് തോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കും, ആ എനർജി ഞാൻ ഉണ്ടാക്കിയിരിക്കും, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഡ്രീമിനെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കും, ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയിരിക്കും, ഈ റിലേഷൻ ഞാൻ നന്നാക്കിയിരിക്കും. ഇങ്ങനെ എന്താണോ നെഗറ്റീവ് തോട്ട് വരുന്നത് അതിൻ്റെ തുല്യമായിരിക്കുന്ന ഒരു പോസിറ്റീവ് തോട്ടിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, അതിനെ എനർജൈസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ തോട്ട്സിൽ നിങ്ങൾ എത്ര കൂടുതൽ ബിസി ആയിക്കൊണ്ടിരിക്കുന്നു അത്രയും ഈ നെഗറ്റീവ് തോട്ട്സിന് നിങ്ങളുടേതായിട്ടുള്ള സ്ഥാനം, സമയം നഷ്ടമായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പതുക്കെ ആ നെഗറ്റീവ് തോട്ട് നിങ്ങളെ വിട്ടു പോകാൻ തുടങ്ങും. നെഗറ്റീവ് തോട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ നെഗറ്റീവ് തോട്ട്സിന് ചായയും കാപ്പിയും കൊടുത്ത് സൽക്കരിക്കുകയാണ്. അതിന് വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ അത് അവിടെ നിന്ന് എവിടേക്കും പോവില്ല. അതേസമയം അതിനെ നെഗ്ലക്റ്റ് ചെയ്താൽ അത് തന്നെത്താൻ നിങ്ങളെ വിട്ടുപോകും. എങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യണം? വെറുതെ നെഗ്ലക്റ്റ് ചെയ്ത് മൂലയ്ക്ക് പോയിരിക്കാൻ നോക്കിയാലും മനസ്സൊരിക്കലും കാലിയായിരിക്കില്ല. വന്നതിൻ്റെ കൂടെ അത് കളിക്കാനും ചിരിക്കാനും തുടങ്ങും. അത് നിങ്ങളെ വീണ്ടും അതിൽ ബന്ധിപ്പിക്കും. അതുകൊണ്ട് ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന പോസിറ്റീവ് തോട്ട്, അത്തരം കുറച്ച് തോട്ട്സ് പഠിക്കണം. ഡെയിലി കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ എത്ര തന്നെ തിരക്കെന്ന് പറഞ്ഞാലും രാവിലെ കുറച്ച് 5-10 മിനിറ്റെങ്കിലും പോസിറ്റീവ് തോട്ട്സ് പഠിക്കാനും അതിനെക്കുറിച്ച് മനനം ചെയ്യാനും, ഇന്ന് ഇത്ര സമയത്ത് ഇങ്ങനൊരു തോട്ട്, ഇത്ര സമയത്ത് ഇങ്ങനൊരു തോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് സ്വയം അവനവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിനെ ഓർമ്മിപ്പിക്കുകയും, ഓർമ്മിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു പേപ്പർ പീസിൽ നോട്ട് ചെയ്തിട്ട് സ്വന്തം കീശയിലോ ഹാൻഡ് ബാഗിലോ വെച്ച് ഇത്ര സമയം വരുമ്പോൾ അലാം വെച്ചിട്ടോ എന്തെങ്കിലും സപ്പോർട്ട് എടുത്തിട്ടോ ആ കാര്യത്തിന് ഓർമ്മിച്ച് അത്തരം ചിന്തകളിൽ ബിസി ആകും തോറും വരുന്ന നെഗറ്റീവ് തോട്ട്സിന് സമയം കിട്ടാണ്ടാവും, അവസരം കിട്ടാണ്ടാവും, പതുക്കെ അത് നിങ്ങളെ വിട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് നെഗറ്റിവിറ്റിക്ക് ഒരിക്കലും സമയം കൊടുക്കരുത്. പോസിറ്റിവിറ്റിക്ക് ഫുൾ ബിസി ആയിക്കോളൂ. എങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നെഗറ്റീവ് തോട്ട്സ് നിങ്ങളറിയാതെ നിങ്ങളെ വിട്ടു പോകുന്നതായിരിക്കും. നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.